റഹ്മാൻ യാ റഹ്മാൻ സഅദ്നി യാ റഹ്മാൻ. പ്രിയമുള്ളവരെ, ഇരുൾ കനത്ത യുഗം, മനുഷ്യൻ വഴിതെറ്റി. അന്ന് മനസ്സുകൾ മങ്ങിയപ്പോൾ, അനീതിയും അജ്ഞതയും ലോകത്തെ വിഴുങ്ങാൻ തുടങ്ങിയപ്പോൾ ആ ഇരുണ്ട ആകാശം കീറി ഒരു ദിവ്യപ്രകാശം ഉദിച്ചു. അതെ, അന്നത്തെ മനുഷ്യരുടെ ഇടയിൽ നിന്നും തന്നെ ഉയർത്തപ്പെട്ട പ്രവാചകരിലൂടെ അള്ളാഹു മനുഷ്യർക്കായി തന്റെ സന്ദേശം അയച്ചു. ആദിപിതാവായ ആദം നബി അലൈഹിസ്സലാം മുതൽ അന്തിമദൂതനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ അനന്തമായ കാരുണ്യത്തിന്റെ ഒഴുക്കായി ആ ദിവ്യവാക്ക് മനുഷ്യരാശിയിലേക്കെത്തി. അത് അധികാരത്തിന്റെ പ്രഖ്യാപനമായിരുന്നില്ല, അത് കരുണയുടെ ആഹ്വാനമായിരുന്നു. അത് ഭീഷണിയുടെ ശബ്ദമായിരുന്നില്ല, മറിച്ച് സത്യത്തിന്റെയും നീതിയുടെയും ദയയുടെയും വിളിയായിരുന്നു. അന്ന് കൊടികുത്തിവാണ ഗോത്രഭിമാനികൾക്കും വംശീയ അഹങ്കാരങ്ങൾക്കും അപ്പുറം മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിച്ച പ്രവാചക സന്ദേശം മനുഷ്യത്വത്തിനും മറ്റെന്തിലേറെയും വില നൽകി. അതാണ് ലോകത്തെ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിച്ച ശക്തി. ഇന്ന് വീണ്ടും ആത്മീയ ശൂന്യതയുടെ നിഴലിൽ നിൽക്കുന്ന മനുഷ്യരാശിയോട് ആ ദിവ്യവിളക്ക് വീണ്ടും മുഴങ്ങുന്നു. വരൂ, സത്യത്തിന്റെ വഴിയിലേക്കോ ധർമ്മത്തിന്റെ നിലാവിലേക്കോ ദൈവത്തിന്റെ ദിവ്യ സന്ദേശത്തിലേക്കോ എല്ലാവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. പുണ്യപൂക്കാലമായി ഈ റമദാൻ മാസത്തിൽ ഈ മഹത്തായ സന്ദേശം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. യുഗങ്ങളുടെ നീണ്ട പ്രയാണത്തിൽ മനുഷ്യൻ പലപ്പോഴും വീണ്ടും വീണ്ടും വഴിതെറ്റി. ശക്തിയും സമ്പത്തും അധികാരവും സ്വന്തമാക്കാൻ നടത്തിയ പോരാട്ടങ്ങൾ അവനെ ദിശ മാറ്റിമറിച്ചു. എന്നാൽ ഓരോ തവണയും അന്ധകാരത്തിന്റെ കനത്ത തിരശ്ശീല പടർന്നപ്പോൾ അള്ളാഹു മനുഷ്യർക്കായി പ്രകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു. ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകഗുരുവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ ഏകദേശം 1,24,000-ഓളം വരുന്ന അമ്പിയാക്കളുടെ അഥവാ മഹത്തായ പ്രവാചക ശ്രേണിയിലൂടെ. എന്നാൽ ഓരോ തവണയും അന്ധകാരത്തിന്റെ കനത്ത തിരശ്ശീല പടർന്നപ്പോൾ അള്ളാഹു മനുഷ്യർക്കായി പ്രകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു. ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകഗുരുവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ ഏകദേശം 1,24,000-ഓളം വരുന്ന അമ്പിയാക്കളുടെ അഥവാ മഹത്തായ പ്രവാചക ശ്രേണിയിലൂടെ ഒഴുകിയെത്തിയ ആ സന്ദേശം തന്നെയാണ് വിശ്വാസികൾ ഇന്നും തുറന്നു കേൾക്കുന്നത്. ആ സന്ദേശമാണ് ഇസ്ലാം മുറുകെ പിടിക്കുന്നത്. പ്രിയജനങ്ങളെ, ഒരു ഇസ്ലാമിക വിശ്വാസിയെ സംബന്ധിച്ച് ഇസ്ലാം ഒരു മതനാമ മാത്രമല്ല, അത് മനുഷ്യന്റെ ആത്മാവിനുണർത്തുന്ന ദിവ്യവിളക്കാണ്. ഏകദൈവ വിശ്വാസത്തിന്റെ ഉറച്ചടിത്തറയിൽ നിലകൊള്ളുന്ന, മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിക്കുന്ന നീതിയുടെയും ധർമ്മത്തിന്റെയും മാനവികതയുടെയും പാതയാണ് അത്. ഗോത്രമഹിമകളും വംശീയതയും കുടുങ്ങിയിരുന്ന ലോകത്തെ എല്ലാവരും ഒരേ സൃഷ്ടാവിന്റെ സൃഷ്ടികളാണെന്ന ഉത്തമമായ ബോധ്യത്തിലേക്ക് ഉയർത്തിയ ചരിത്രമാണ് പ്രവാചകന്മാരുടേത്. അധികാരത്തിന്റെ മത്തിൽ മനുഷ്യനെ ചവിട്ടിമതിക്കുമ്പോൾ പുണ്യപ്രവാചകൻ നീതിയുടെ ശബ്ദമായി ഉയർന്നു. അജ്ഞതയുടെ ഇരുളിൽ മനുഷ്യൻ അലഞ്ഞുതിരിയുമ്പോൾ അവൻ അറിവിന്റെ വിളക്കായി തെളിഞ്ഞു. അവരുടെ സന്ദേശം വിഭജനത്തിന്റെയോ വിദ്വേഷത്തിന്റെയോ ആയിരുന്നില്ല, എന്നും എപ്പോഴും ഐക്യത്തിൻ്റേത് മാത്രമാണ്. വൈരത്തിൻ്റേതല്ല, കരുണയുടേതാണ്. സ്വാർത്ഥതയുടേതല്ല, സമർപ്പണത്തിൻ്റേതാണ്. ഇന്ന് നാം ജീവിക്കുന്ന കാലവും അതിൽ നിന്നും വ്യത്യസ്തമല്ല. ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ സാങ്കേതിക വിദ്യയുടെ ഉച്ചസ്ഥയിൽ എത്തിയിട്ടും ആത്മീയ ശൂന്യതയുടെ വാക്കിൽ നിൽക്കുന്ന മനുഷ്യരാശിക്ക് വീണ്ടും ആ ദിവ്യപ്രകാശം ആവശ്യമാണ്. ആത്മാവിന്റെ സമാധാനത്തിനും മനസ്സിന്റെ ശാന്തിക്കും സമൂഹത്തിന്റെ സമത്വത്തിനും ലോകത്തിന്റെ നന്മയ്ക്കുമായി ആ ശാശ്വത സന്ദേശത്തിലേക്ക് മടങ്ങി വരേണ്ട സമയം ഇതാണ്. സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ആ വിളക്കുമാടത്തിലേക്ക്, ഇസ്ലാമിക പ്രഭാവത്തിന്റെ ആഴങ്ങളിലേക്ക് ഹൃദയം തുറന്ന് നമ്മൾ നീങ്ങാം. പ്രിയ മനുഷ്യരെ, പ്രവാചകന്മാരുടെ ജീവിതം ഒരു ചരിത്രപാഠമല്ല, അതൊരു ജീവൻ പകരുന്ന മാർഗദർശനമാണ്. പ്രകാശത്തിന്റെ പാത തുറന്നു കിടക്കുന്നു. അത് സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഹൃദയങ്ങളെയാണ് കാത്തിരിക്കുന്നത്. അഗാധമായ ഉള്ളിൽ മനുഷ്യൻ വഴിമുട്ടിയപ്പോൾ സത്യത്തിന്റെ തീബന്ധം കയ്യിലെടുത്തുകൊണ്ട് മുന്നോട്ട് നടന്നവരാണ് പ്രവാചകന്മാർ. ത്യാഗത്തിന്റെ ശിഖരങ്ങളിൽ നിന്നും അവർ മനുഷ്യരാശിയെ വിളിച്ചു. പരിഹാസവും പീഡനവും ഒറ്റപ്പെടുത്തലും നേരിട്ടിട്ടും അവർ വഴിമാറിയില്ല. കാരണം അവരുടെ ദൗത്യം ദൈവീകമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അഗ്നികുണ്ഡത്തിലൂടെ കടന്നു പോയപ്പോഴും, മൂസാ നബി അലൈഹിസ്സലാം സമുദ്രത്തിൽ മുൻപിൽ നിൽക്കുമ്പോഴും, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തായിഫിന്റെ കല്ലെറിയലുകൾ സഹിച്ചപ്പോഴും അവരുടെ തിരുമനസ് ദൗത്യത്തിൽ നിന്നും പിന്തിരിഞ്ഞില്ല. അവരുടെ വിജയം വാളിന്റെ കരുത്തിലല്ല, യുക്തിയുടെ, വ്യക്തിത്വത്തിലും സത്യത്തിന്റെ ഉറച്ച നിലപാടിലുമായിരുന്നു. അവരുടെ ത്യാഗം ചരിത്രമായി, അവരുടെ യുക്തി സംസ്കാരമായി, അവരുടെ സന്ദേശം മനുഷ്യരാശിയുടെ വഴികാട്ടിയായി മാറി.
സത്യത്തിന്റെ പാതയിൽ നടന്ന ആ മഹാത്മാക്കളെ നമുക്ക് ഓർക്കാം. ത്യാഗവും ബുദ്ധിയും ചേർന്ന അതേ പ്രകാശം ഇന്നും എന്നും എല്ലാ കാലത്തും നമ്മെ നയിക്കട്ടെ. ഇത് കേൾക്കുന്നവർക്കും ഇത് ഷെയർ ചെയ്യുന്നവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഏവർക്കും റമദാൻ കരീം ആശംസകൾ. املأ قلبي قرآن واسر خيال